Hi friends, welcome to my home. ഇത് 1 bedroom hall kitchen ആണ് with an open layout concept ആണ് ഇവിടെ kitchen ഉള്ളത്. ഇത് ഡിസ്കവറി ഗാർഡനിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളത്. ടു ബി പ്രിസൈസ് അൽ ഫുർജാൻ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ്. ജസ്റ്റ് 8-minute walking distance ആണ് ഗാർഡൻസ് മെട്രോ സ്റ്റേഷൻ. സോ കം അലോങ്, ഐ ഷോ യു ദിസ് ഹോം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ജസ്റ്റ് എൻറ്റർ ഇവിടുന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിച്ചൺ ആണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത്. ആൻഡ് ഓപ്പൺ കിച്ചണിലെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ നമുക്ക് കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ജനറലി ഇവിടെ പാർട്ടീഷൻ വാളായിരിക്കും ഉണ്ടാവുക, പക്ഷേ സിൻസ് ഇറ്റ്സ് ഓപ്പൺ നമുക്ക് ഇത്രയും നല്ല വലിയ ഒരു വർക്കിംഗ് നമുക്ക് കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ ഇത് അത്രയ്ക്കും യൂസ് ചെയ്യാറില്ല. എൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ദിസ് കിച്ചൺ സ്റ്റൗ ആണ്. ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് ഫോർ ഇന്ത്യൻ കുക്കിംഗ്. കാരണം ഇന്ത്യൻ കുക്കിങ്ങിൽ ഏറ്റവും അധികം സ്റ്റെയിൻ വരുന്നത് ടർമറിക്, ചില്ലി പൗഡർ, ഇതെല്ലാം നിറയെ സ്റ്റെയിൻ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇത് നല്ലോണം സ്റ്റെയിൻ പിടിക്കും. ഞാൻ ആ ഒരു സെക്കൻഡ് ഇമ്മീഡിയറ്റ്ലി അതിനെ ശരിക്കും ഉരച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നല്ലോണം സ്റ്റെയിൻ പിടിക്കും. സോ ഐ വാസ് വെരി കോഷ്യസ്. ഇങ്ങനെ ലൈറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റെയിൻസ് ഉണ്ട്, പക്ഷേ ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഐ ലിറ്ററലി ഹേറ്റഡ് ഇറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ വൈറ്റ് എൻ്റെ ഫേവറേറ്റ് കളർ ആണെങ്കിൽ പോലും I will never put a white countertop. Mostly it is going to be black. Black is the safest. കിച്ചൻ്റെ ജസ്റ്റ് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു വീട്ടിൽ സ്പേസ് കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണേച്ചാൽ 2, 3, 4 ടേബിൾ ആക്കിയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ വി ഡിഡ് നോട്ട് ഹാവ് മച്ച് സ്പേസ്. ചില ആൾക്കാരുടെ ലേ ഔട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ദി ഹാഡ് പുട്ട് ദ ഡൈനിങ് ടേബിൾ വിത്ത് 4 ചെയർസ് ഈ ഒരു ഏരിയയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അധികം ഡൈനിങ് ടേബിൾ നമ്മൾ ഇരിക്കാറില്ല. ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഫോർ അവർ പേരൻസ് വെൻ ദേ കം. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണ്, ഐ തിങ്ക് ഡുബിസിൽ നിന്നാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിച്ചത് ഫോർ 80 dirhams, വിച്ച് വാസ് എ സ്റ്റീൽ. ആൻഡ് ഈ ഒരു ചെയർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ചെയറാണ്. വി വാണ്ടഡ് ടു ബൈ സംതിങ് ബൊഹീമിയൻ, നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെയർ മേടിച്ചത്. കെയിനിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ മാറ്റ്സ് ഈ ഒരു സീ ഗ്രാസ് എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ആണ് വെച്ചിട്ടുള്ളത്. സോ ദിസ് ഹോം ജനറലി ഹാസ് എ വൈബ് ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഓർ അതർ ബേജ്. പഴയ അബുദാബി വീട്ടിലെ ബുക്ക് ഷെൽഫ് ആയിരുന്നു, അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് സെറ്റപ്പ്. കാരണം എനിക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ സംഹൗ ഫീൽസ് ലൈക്ക് ആൻ ഐസോർ, വിച്ച് ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ്. യു കെ നോട്ട് ഹൈഡ് ഇറ്റ് എനിവെയർ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇത് നമ്മൾ റീമൈലൻഡിലുള്ള സമയത്ത് മേടിച്ച ഒരു എൽ ഷേപ്പ് സോഫയാണ് ഫ്രം ഐക്കിയ. ഈ ഒരു കോഫി ടേബിൾ നമ്മൾ ജിസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് 90 dirhams വാങ്ങിച്ചൊരു കോഫി ടേബിളാണ്. ഇറ്റ് വാസ് ഓൺ സെയിൽ. ദ റീസൺ ഇത് സെയിലിൽ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ മുകളിൽ ലാമിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടില്ല. വി ജസ്റ്റ് put a little bit of mineral oil, 2-3 coats, and it is good. So far അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. So this is our favorite spot to watch TV. My favorite spot, ഇത് വളരെ റീസെൻ്റ്ലി ആണ് നമ്മൾ ഈ കോർണർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇവൻച്വലി ഈ ഒരു സ്പേസിൻ്റെ കൂടെ ഇവോൾവ് ചെയ്ത് വന്നൊരു സ്പേസ് ആണ്. ആൻഡ് ഇത് നമ്മുടെ ഒരു പഴയ ചെയറാണ്, പക്ഷേ ദിസ് ഇസ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ചെയർ. ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഷേപ്പ് ഇതെടുക്കും. കാരണം ഇതിലൊന്നുമില്ല. ഇറ്റ്സ് എ വെരി എന്താ പറയുക, ജസ്റ്റ് എ വുഡൻ ചെയർ, ബട്ട് ദിസ് ഡസൻ ഹാവ് എനിത്തിങ്. സോ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഷേപ്പ് എടുക്കും, വിച്ച് ഇസ് റിയലി ഗുഡ്. ഈ ഒരു TV സ്റ്റാൻഡ് നമ്മൾ അഗൈൻ ഐക്കിയ നിന്നിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടത്തോടെ മേടിച്ചൊരു സംഭവമാണ്. ഫോർ കപ്പിൾ ഓഫ് ഇയേഴ്സ് തൊട്ടിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഉള്ളത്. വി ജസ്റ്റ് റീസെൻ്റ്ലി ചേഞ്ച്ഡ് ഇറ്റ് ആൻഡ് ഗോട്ട് ദ സ്മോളർ വെർഷൻ ഓഫ് ഇറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. സോ ഇതൊരു പുൾ ഔട്ട് ബാസ്ക്കറ്റാണ്. ഇത് നമ്മൾ ഐക്കിയെന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഐ തിങ്ക് 60 dirhams പെർ പീസ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് അഗെയിൻ ബോട്ട് ഫ്രം ഡുബിസൽ സെക്കൻഡ് ഹാൻഡ്. ആൻഡ് ഇതാണ് നമ്മുടെ TV. സാംസങ്ങിൻ്റെ TV ആണ്. നമ്മുടെ അൽവാദ വീട്ടിൽ നിന്നിട്ടുള്ളൊരു TV ആണ്. ആൻഡ് ഇതിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ പ്രോബബ്ലി വെൻ വി ആർ ഗോയിങ് ടു എ ന്യൂവർ അപ്പാർട്ട്മെൻറ്റ് വി വിൽ ചേഞ്ച് ഇറ്റ്. ആൻഡ് ഇതെൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഇറ്റ് ഹാസ് എ വെരി ഫ്ലോറസെൻറ്റ് ഗ്രീൻ കളർ വിച്ച് ഗിവ്സ് എ നാച്ചുറൽ
നാച്ചുറലി ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വൈബ് ഈ പ്ലാന്റ് തരുന്നുണ്ട്. മൈ ഹോം ഡസൻ ഹാവ് ലോട്ട് ഓഫ് പ്ലാന്റ്സ്. കാരണം ഞാൻ എല്ലാ പ്രാവശ്യം ഇന്ത്യയിൽ വെക്കേഷനിൽ പോയി വരുമ്പോൾ it feels very bad to see ഈ കരിഞ്ഞിരിക്കുന്ന plants, and I decided over a period of time, I think that's called maturity, എനിക്ക് plants വേണ്ട, that's not something for me. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ആസ് ഓഫ് നൗ അത് ചേരില്ല. മേ ബി വെൻ ഐ സെറ്റിൽ ഇൻ ഇന്ത്യ ഫോർ ലോങ്കർ ഡ്യൂറേഷൻ ആ ഒരു സമയത്ത് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ആസ് ഓഫ് നൗ ഇത്രയേ ഉള്ളൂ എൻ്റെ കളക്ഷൻ. ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. സോ വി ഗോട്ട് ദിസ് വൺ. ഇത് കാണാനും നല്ല എസ്തറ്റിക് ആണ് ആൻഡ് യെറ്റ് വെരി യൂസ്ഫുൾ. എൻട്രി വേ നിങ്ങൾ കിച്ചണും ഹാള് കണ്ടു. ആൻഡ് ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു സൈഡിൽ വരുമ്പോൾ ബെഡ്റൂമാണ്. എനിക്ക് ഈ ഒരു വീടിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇത് തന്നെയാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഈ ബെഡ്റൂം കാണാൻ പറ്റും. ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽസ് നോട്ട് ഹാവിങ് മച്ച് പ്രൈവസി. ജനറലി വീടുകളിൽ ഇങ്ങനെ ഹോൾവേസ് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൽ പോകാം. അങ്ങനത്തെ ഒരു വീടാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം. ഇവിടെ നിന്നാണ് എൻട്രി. ആൻഡ് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവിടെയാണ് വാഷ്റൂം ഉള്ളത്. ആൻഡ് അതിൻ്റെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഐ ലവ് ദിസ് ലോണ്ട്രി ബാസ്ക്കറ്റ്. ഇതും ഒരു കെയിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്. സോ ഇറ്റ് കൈൻഡ് ഓഫ് മാച്ചസ് ദി എൻറ്റയർ വൈബ്. ഇതാണ് നമ്മുടെ ബെഡ് ആൻഡ് ഐ അബ്സല്യൂട്ട്ലി ലവ് ദിസ്. വളരെ റീസെൻ്റ്ലി ആണ് നമ്മളിത് പുതിയ ബെഡാണ് മേടിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഫ്രം IKEA. ഇതിന് താഴെ റോൾ ഔട്ട് ചെയ്യുന്ന ബെഡാണ്. സോ യു ക്യാൻ കീപ് ലോട്ട് ഓഫ് തിങ്സ് ഇൻസൈഡ് ഇറ്റ്. ആൻഡ് ബെഡ്ഷീറ്റ് ആൻഡ് എവറിത്തിങ് ഈസ് ഫ്രം IKEA. ഡുവേ ഹോം ബോക്സ് നിന്നിട്ടാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 3-4 yearsആയി. നമ്മൾ സെയിലിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇറ്റ് വാസ് 50 dirhams. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ സൈസ് ഇസ് വെരി വിയേർഡ്. ഇതിൻ്റെ ഡുവേ കവർ എനിക്ക് ഇതിൽ ഇടാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ വേഗ് സൈസ്. കുറേ നാളത്തേക്ക് നമ്മൾ മാട്രസ് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള മാട്രസ് അല്ലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ വി ഡിഡ് നോട്ട് നോ ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക് ഹാവിങ് എ ഗുഡ് മാട്രസ്. സോ ഈ ഒരു മാട്രസ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഐ വിൽ പുട്ട് ഡൗൺ ദ നെയിം അവിടെ നിന്നാണ്. ആൻഡ് അടിപൊളി മാട്രസ് ആണ്. ഐ എം നോട്ട് ഷുവർ, മേ ബി കെർലോൺ, കിങ് കോയിൽ, വേറെ എന്താ അങ്ങനെ 2-3 സ്ഥലത്ത് പോയി നമ്മൾ നോക്കി. പക്ഷേ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് ആൻഡ് വി വർ ലുക്കിംഗ് ഫോർ സംതിങ് മിഡ് റേഞ്ച് ആൻഡ് ദിസ് വർക്ക്സ്. ഇത് നല്ലോണം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയില്ലേ. നോ സാഗിങ് ആൻഡ് ഗുഡ് ക്വാളിറ്റി. നമ്മൾ 6 months കഴിഞ്ഞപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇട്ടുണ്ടായിരുന്നു ബിക്കോസ് ഒരു ഈവനായിട്ട് സാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സാഗിങ് ഒന്നും ആയിട്ടില്ല, വിച്ച് ഇസ് ഗുഡ്. സൈഡ് ടേബിൾസ് ആർ ദ സെയിം. ഒരു ബേജ് കളറിൻ്റെ സൈഡ് ടേബിൾ ആണ്. സോ അഗെയിൻ ഇറ്റ് ഗോസ് വിത്ത് ദ കളർ ആൻഡ് ദ വൈബ് ഓഫ് ദിസ് ഹോം. കർട്ടൻസ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഫ്രം IKEA ആണ്. ദീസ് ആർ ഷിയർ കർട്ടൻസ്. രാത്രി ആകുമ്പോൾ അത്രയ്ക്കും ലൈറ്റ്സ് ഒന്നും ഇവിടെ നിന്ന് വരുന്നില്ല. സോ വി ഡോണ്ട് നീഡ് എ ബ്ലാങ്ക് ഔട്ട് കർട്ടൻസ്. ലൈക്ക് ഇഫ് യു വാണ്ട് പിച്ച് ഡാർക്ക്, ബ്ലാങ്ക് ഔട്ട് കർട്ടൻസ് നല്ലതാണ്. പക്ഷേ എനിക്ക് പിച്ച് ഡാർക്കിൽ കിടന്നൊന്നും പറ്റില്ല. സോ ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഷിയർ കർട്ടൻസ് ഓൺലി. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇൻ ദിസ് എൻറ്റയർ ഹോം ഇസ് ദിസ് മിറർ. ഇത് ഞാൻ റാൻഡംലി ബേജ് കളർ മിറർ എന്ന് ഇട്ട് നോക്കുന്ന സമയത്ത് വന്ന ഒരു സംഭവമായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് IKEA സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചൊരു മിററാണ്. നല്ല സൈസാണ്. ഐ തിങ്ക് എവറി home should have a full length mirror just to see yourself in pretty dresses and feel good. ഇത് നല്ല യൂണീക്ക് ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്ലാൻറ്റ് ഉണ്ട്, യു ക്യാൻ കീപ് ക്ലോത്ത്സ് ബിഹൈൻഡ്. ആൻഡ് പക്ഷെ ഞാൻ എൻ്റെ പുറകിലെല്ലാം എൻ്റെ ട്രൈപോഡ്സ്, യോഗ മാറ്റ് അതെല്ലാം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വെയിങ് സ്കെയിൽ ഉണ്ട്. couple of days later we check ourselves what weight we are on. I hope നിങ്ങൾക്ക് ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇപ്പോൾ റെൻറ്റ് നമ്മൾ പേ ചെയ്യുന്നത് 65,000 dirhams ആണ്, വിച്ച് ഈസ് എൻ എക്സോർബിറ്റൻറ്റ് പ്രൈസ് ഫോർ ദിസ് ലിറ്റിൽ ഹോം. കാരണം ഇവിടെ എൻ്റെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങളൊന്നും വെക്കാനും സ്ഥലമില്ല. സോ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഇൻ ഔട്ട്സൈഡ് ദ ബാൽക്കണി ഹ്യൂജ് ആണ്. പക്ഷേ ബാൽക്കണിയിൽ ഇത്രയും സ്പേസ് തന്നിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ദർ ഇസ് എനി യൂസ് ബിക്കോസ് അത്രയും ഹീറ്റ് വരുന്നൊരു സ്ഥലമാണ്. സോ അവിടെ എന്തെങ്കിലും നമ്മൾ വെച്ചാൽ പോലും പേടിയാണ് ദാറ്റ് ഡ്യൂ ടു ഹീറ്റ് ഇറ്റ് വിൽ ruin. സോ ഈ വീട് ഓവറോൾ ഇറ്റ് വാസ് ഓക്കെ. നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായ് വരുന്ന ഒരു അവസരത്ത് വി ഡിഡ് നോട്ട് ഹാവ് മച്ച് ടൈം. ഓൾറെഡി വിശാലിൻ്റെ ജോലി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് വി വാണ്ടഡ് സം പ്ലേസ് ടു ലിവ്. ആൻഡ് നമുക്ക് അത്രയും ഏരിയാസിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നില്ല. വി ഡിസൈഡഡ്
എനി വിച്ച് വേസ് ഈ ഒരു വീട് ഒരു ട്രാൻസിഷൻ വീടായിരിക്കും ഫ്രം അബുദാബി ടു ദുബായ്. സോ ഇത് ശരിക്കും ഒരു ട്രാൻസിഷൻ വീടായിരുന്നു. ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ദിസ് ഈസ് എ ഹോം, ലെറ്റ് മീ സെറ്റിൽ ഡൗൺ, അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോർ ദാറ്റ് മാറ്റർ ഞാനൊരു റഗ് പോലും വാങ്ങിച്ചിട്ടിട്ടില്ല, ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ എം ഗോയിങ് ടു മൂവ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ് സൂൺ. നമ്മളിപ്പോൾ പുതിയ ഏരിയയിലേക്ക് പോകുന്നത്, ലെറ്റ്സ് ഹോപ്പ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്, that home gives me good vibes. But basically home is not going to give you good vibes. You are supposed to see the brighter side of everything, right? So I hope you enjoyed this video. Thank you so much for taking your time and clicking this video and watching this video. I hope this was helpful. നിങ്ങൾ ഈ ഫുർജാൻ ഏരിയയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് ഇക്വിറ്റി റെസിഡൻസ്. വന്ന് നോക്കുക. ഇഫ് യു തിങ്ക് നിങ്ങൾക്ക് മെട്രോൻ്റെ അടുത്ത് ഒരു വീട് വേണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബഡ്ജറ്റ് യു വിൽ ഹാവ് ടു കീപ്പ് ഇറ്റ്. ആൻഡ് നിങ്ങൾ ഈ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ലിവ് ക്ലോസർ ടു യുവർ ഓഫീസ്. So thank you so much. See you in next video. Bye bye.